എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന രാമായണക്കാറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രാമായണക്കാറ്റിന്റെ 28ാമത്തെ ദിവസമാണ്. ഇന്ന് പാരായണം നടത്തുന്നത് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ആക്റ്റീവ് മെമ്പേഴ്സാണ്. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി നമ്മുടെ പ്രിയപ്പെട്ട സരസ്വതി ഏട്ടത്തിയെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ജയശങ്കർ. ജഗനപതിതാം ആത്മവിദ്യോപദേശൈ ത്രാതും ലോകാത് ഭവതവ ശിഖാ താപപാപാസ്യമാനാ മുക്ത്വാ മൗനം വടവിടപിനോ മൂലദോ നിഷ്പദന്തി ശംഭോർമൂർത്തിർ ശരദി ഭുവനേ ശങ്കരാചാര്യ രൂപാ സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യ കൃതൗ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. കുജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ജയശങ്കര. ജയശങ്കര. വളരെ സന്തോഷം സരസ്വതി ഏട്ടത്തി. അപ്പൊ നമുക്ക് ഇന്നത്തെ പാരായണം ആരംഭിക്കാം. ആദ്യമായി ഞാൻ പാരായണത്തിനായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ കോട്ടയം ചാപ്റ്ററിൽ നിന്നുള്ള ഈശ്വരേട്ടനെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് പാരായണം ചെയ്യേണ്ട ഭാഗം യുദ്ധകാണ്ഡത്തിൽ മേഘനാഥവധം മുതൽക്കാണ്. അപ്പൊ ഇടയ്ക്ക് വെച്ച് ഞാനിന്ന് ഇന്റർഫിയർ ചെയ്യും. ആ സമയം വരെയുള്ള പാരായണം ചെയ്യുക. അതിനുശേഷം അടുത്ത ആളിലേക്ക് കൈമാറാം. കാരണം ഇത് കുറേ ഉണ്ട്. അത് കാരണം അങ്ങേക്കും അത് ഇതാകും. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഞാൻ ഇന്റർഫിയർ ചെയ്യും. അത്രയും ഗോവിന്ദനാമ സങ്കീർത്തനം പറഞ്ഞുകൊണ്ട് ഇന്റർഫിയർ ആ സമയത്ത് നിർത്തിയിട്ട് അടുത്ത ആളിലേക്ക് കൊടുക്കാം. വളരെ സന്തോഷം. ഈശ്വരൻ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. മേഘനാഥവധം കേൾക്കാവല്ലേ? കേൾക്കാം. രാഘവന്മാരും മഹാകവിവീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധൗ
മർക്കടനായകന്മാർ ചൊല്ലിനാർക്കതനേനും അങ്കദനും തഥാ നിൽക്കരുതാരും പുറത്തിനി വാനരരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ വൈക്ക ഗൃഹങ്ങളിലൊക്കെ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്ക തെരുതെരെ ഭൂപതടാകങ്ങൾ തോൽക്ക കിടങ്ങുകൾ ഗോപുരദ്വാരാനതി നിരത്തിയിടുക മിക്കതുമൊക്കെ ഒടുങ്ങി നിശാചരരുൾ കരുത്തുള്ളവർ ഇന്നുമുണ്ടെങ്കിലോ വെന്തുപോറാഞ്ഞാൽ പുറത്തു പുറപ്പെടും അന്തകൻ വീട്ടിനയക്കാം അനുക്ഷണം എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തെരുതെരെ വെച്ചു തുടങ്ങിനാർ പ്രാസാദ ഗോപുരഹർമ്മ്യ ഗേഹങ്ങളും കാശീസ കാഞ്ചന രൂപ്യതാമ്രങ്ങളും ആയുധശാലകൾ ആഭരണങ്ങളും ആയതനങ്ങളും അഞ്ജനാശാലയും വാരണവൃന്ദവും വാജീ സമൂഹവും തേരുകളും ബന്ധു വീണിയിടുന്നു സ്വർഗലോകത്തോളമെത്തി ദഹനനും ശക്രനോടങ്ങറിയിപ്പാനനാകുലം മാരുതി ചുട്ടേർന്നാഴ്ചപുരലങ്കാപുരം ഭൂതിയായി വന്നിതു രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞു ആർത്തി മുഴുത്തു തെരുതെരച്ചാകയും മാർത്താണ്ഡഗോത്രജനാകിയ രാഘവൻ ഓർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിജിത്തും ജയിച്ചതുമെത്രയും പാർത്തോളം അത്ഭുതമെന്നു പറകയും രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർജാനാദ ഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും ദീനത പൂണ്ട തുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴങ്ങിച്ചമഞ്ഞിതു ചിന്ത മുഴുത്തു ദശാനന വീരനും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോകന്നു ചൊല്ലിനാൻ തമ്പിയായുള്ള നികുംബനും അന്നേരം മുമ്പിൽ ഞാനെന്നു മുതിർന്നു മുറപ്പെട്ടാൻ കമ്പനൻ താനും പ്രജങ്കനും എത്രയും പൻപുള്ള യുവാക്ഷനും ക്ഷോണിതാക്ഷനും പൻപടയോടും പുറപ്പെട്ടു ചെന്നളവിംബം കലർന്നെടുത്താർ കവിവീരരും രാത്രിയിലാർത്തങ്ങടുത്തു ഒരു ദുരൂരത്രിഞ്ചരന്മാർ തെരുതെരച്ചാകയും ഊർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും ഗാത്രങ്ങൾ ഭേദിച്ചു രാത്രിയിൽ വീഴുകയും ഏറ്റുപിടിച്ചു അടിച്ചും ഇടിച്ചും അങ്ങേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചിറ്റം മുഴുത്തു പറിച്ചും മരാമരം തോറ്റുപോകുക എന്നു ചൊല്ലി അടുക്കയും വാനരരാക്ഷസന്മാർ ഒരു താരഭീമാനം നടിച്ചും ത്യജിച്ചും കളേവരം 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലപുരിപ്പുക്കിതേറ്റ രക്ഷോഗണം കമ്പനൻ വൻപോടടുത്താനതു നേരം അമ്പുകൊണ്ടേറ്റ മകന്നു കവികളും കമ്പം കലർന്നൊഴിച്ചാരത് കണ്ടത ചെമ്പാരി നന്ദനപുത്രനും കോപിച്ചു കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിമ്പേ തുടർന്നങ്ങടുത്താൻ പ്രജംഘനും യുവാക്ഷനും തഥാ ശോണിത നേത്രനും കോപിച്ചെടുത്താരതു നേരം അങ്കദൻ ഓണവന്മാർ മൂവരോടും പൊരുതതി ക്ഷീണനായി വന്നിത് ഭാരീതനയനും മൈന്ദനുമാശു വിവിധനും ആയി തത്ര മന്ദേതരം വന്നെടുത്താരതു നേരം ഒന്നാൻ പ്രജങ്കനെ താരേയനുമഥ പിന്നെ യൗവണ്ണം വിവിധൻ മഹാബലൻ കൊന്നിത് ശോണിത നേത്രനെയും അഥ മൈന്ദനും രൂപാക്ഷനെ കൊന്നു വീഴ്ത്തിനാൻ നക്തഞ്ചര വരന്മാരവർ 4 മൃത്യുപുരം പ്രവേശിച്ചു കുംഭനണഞ്ഞു വാനരന്മാരൊക്കെ മണ്ടിനാർ സുഗ്രീവനും തേരിലമ്മാറു ഞാൻ മുഷ്ടിയുദ്ധം ചെയ്തു നേരത്ത് കുംഭാരാതിഥിയും കലക്കി മറിച്ചതി ഘോരണം വാരാനിധിയും കലക്കി മറിച്ചതി ഘോരനാം
കുംഭൻ കരേറി വന്നിടിനൻ. സൂര്യാത്മജാനവും അതു കൊണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിനയച്ചിടിനാൻ. സുഗ്രീവനഗ്രജനെ കൊന്ന നേരം അത്യുഗ്രൻ നികുംബൻ ഹരികവുമായുടൻ സംഹാരരുദ്രനെ പോലെ രണാജിരേ സിംഹനാദം ചെയ്തെടുത്താനതു നേരം. സുഗ്രീവനെ പിന്നിലിട്ടു വാതാത്മജാനഗ്രേ ചെറുത്താൻ. നികുംബനെ തൽക്ഷണേ മാരുതിമാറിൽ അടിച്ചാൻ. നികുംബനും പാരിൽ നുറുങ്ങി വീണു തരിൽ തൽപരിഘവും. ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാനതി ക്രുദ്ധനായോരു ജഗൽ പ്രാണപുത്രനും. പേടിച്ചു മണ്ടിനാർ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നെടുത്താർ കവിവീരരും. ലങ്കയിൽ അവരും ചെന്നു ലങ്കേശനോടറിയിച്ചാരവസ്ഥകൾ. കുംഭാദികൾ മരിച്ചോരു ദന്തം കേട്ടു ജംഭാരി വൈരിയും ഭീതി കൊണ്ടിടിനാൻ. പിന്നെ ഖരാത്മജനാം മകരാക്ഷനോടന്യൂനകോപേന ചെന്നാൻ ദശാനനൻ. ചെന്നു നീ രാമാദികളെ ജയിച്ചിങ്ങും വന്നിടുകന്നേരം. മകരാക്ഷനും തന്നുടെ സൈന്യസമേതം പുറപ്പെട്ട് സന്നാഹമോടടുത്തു രണാങ്കണേ. പന്നകതുല്യങ്ങളായ ശരങ്ങളെ വന്യകീലാകാരമായി ചൊരിഞ്ഞിടിനാൻ. നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനരർ എന്ന ഭയം ധരികന്നു രാമാന്തികെ. നിന്നു പറഞ്ഞത് കേട്ടിളവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുരച്ചുടൻ. ഇല്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോടും നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിയിടിനാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. വളരെ സന്തോഷം ഈശ്വരേട്ട. നമസ്കാരം. വളരെ മനോഹരമായി പാരായണം ചെയ്തു. ഞാൻ അടുത്തതായി പാരായണത്തിനായി ശ്രീമതി ദേവകി KS, കോട്ടയം ജില്ലാ ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. ശ്രീമതി ദേവകി KS കേൾക്കുന്നുണ്ടെന്ന് കരുതട്ടെ. ശ്രീമതി ദേവകി KS കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നില്ല കേട്ടോ. വീഡിയോ ഓൺ ചെയ്താൽ നന്നായിരുന്നില്ല, കാരണം നമ്മളത് യൂട്യൂബിൽ അപ്ലോഡ് അതല്ല, ചെയ്യുന്നുണ്ട്. ഒരു അതിനുള്ളൊരു തയ്യാറെടുപ്പ് സാരമില്ല, ആയിക്കോട്ടെ. ഓക്കെ. ഇത് ചന്ദ്രനവിൽ അതല്ലേ? ഒന്നിനൊന്നൊപ്പമായി താൻ മകരാക്ഷനും തുടങ്ങി. ഒന്നിനൊന്നൊപ്പമായി താൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും. അന്യോന്യമൊപ്പം പൊരുതു നിൽക്കുന്നേരമൊന്നു തളർന്നു ചമഞ്ഞു ഖരാത്മജൻ. അപ്പോൾ കൊടിയും കുടായും കുതിരയും തൽപ്പാണി തന്നിലിരുന്നൊരു ചാപവും തേരും പൊടിപെടുത്താനെയ്തു രാഘവൻ. സാരഥി തന്നെയും കൊന്നാനതു നേരം. പാരിലമ്മാറു ചാടി ശൂലവും കൊണ്ടു പാരമടുത്ത മഹാരാക്ഷനെത്തത്. പാവകാസ്ത്രം കൊണ്ടു കണ്ഠവും ഛേദിച്ചു ദേവകൾക്ക് ആപത്തുമൊട്ടു തീർത്തിയിടിനാൻ. രാവണീതാൻ അറിഞ്ഞു കോപിച്ചു വന്നേവരെയും പൊരുതാശു പുറത്താക്കി. രാവണനോടറിയതു കേട്ടു കുലാന്തകനാകിയ രാവണൻ 7 ലോകം നടുങ്ങുംപടി പരിചാരകന്മാരോടു കൂടി പുറപ്പെട്ടാൻ. അപ്പോൾ അതു കണ്ടു മേഘനിനാഥനും തത്പാദയുഗ്മം പണിഞ്ഞു ചൊല്ലിയിടിനാൻ. ഇപ്പോൾ അടിയാൻ അരികളെ നിഗ്രഹിച്ചുൾപ്പൂവിലുണ്ടായ സങ്കടം പോക്കുവൻ. അന്തഃപുരം ബുക്കിരുന്നരുളിയിടുക സന്താപം ഉണ്ടാകരുതിതു കാരണം. യുദ്ധം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വൃത്രാജിത്തും പുറപ്പെട്ടു പോരിനായി. യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നുക ഗുൽസ്ഥനോടിത്തമുണർത്തിച്ചരുളിനാൻ. നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കവീവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളെയ്തുടാനന്തം വരുത്തുന്നത് എത്ര നാളേക്കു പൊറുക്കേണമിങ്ങനെ. ബ്രഹ്മാസ്ത്രമെയ്തു നിശാചരന്മാർ കുലമുന്മൂലനാശം വരുത്തുക സത്വരം. സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടഥാ രാമഭദ്രസ്വാമി താനുമരുൾ ചെയ്തു. ആയോധനത്തിങ്കലോടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടു പാദാന്തികെ വന്നു വീഴുന്നവരോടും പൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതെടോ. പാതകമുണ്ടാമതല്ലായിലേവനും ഞാനീവനോടു പോർ ചെയ്വനെല്ലാവരും ദീനത എന്നിയെ കണ്ടു നിന്നിടുവിൻ എന്നരുൾ ചെയ്തു. വില്ലും കുലച്ചന്തികെ സന്നദ്ധനായതു കണ്ടൊരു രാവണി തൽക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പൊക്കുമായ സീതയെ തേരിൽ വച്ചുടൻ പശ്ചിമാഗോപുരത്തൂടെ പുറപ്പെട്ടു. നിശ്ചലനായി നിന്ന നേരം കവികളും
തേരിൽ മായാസീതയെ കണ്ടു ദുഃഖിച്ചു മാരുതി താനും പരവശനായിതു. വാനരാവീരരെല്ലാവരും കാണവേ ജാനകി ദേവിയെ വെട്ടിനാൻ നിർദ്ദയം. അയ്യോ വിഭോ രാമ രാമേതി വാവിട്ടു മയ്യൽ മിഴിയാൾ മുറ വിളിച്ചിടിനാൾ. ചോരയും പാരിൽ പരന്നീതതു കണ്ടു മാരുതി ജാനകി എന്നു തേറിയിടിനാൻ. ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിനാപത്തിതിൽ പരമെന്തുള്ളതീശ്വര. നാമിനി വാങ്ങുക സീതാവധം മമ സ്വാമി തന്നോടുണർത്തിപ്പാൻ കപികളെ. ശാഖാമുഖാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുതാനന്ദനൻ. ചെല്ലുന്നതു കണ്ടു രാഘവാനും തഥാ ചൊല്ലിനാൻ ജാമ്പവാൻ തന്നോടു സാകുലം. മാരുതി എന്തുകൊണ്ടിങ്ങോട്ടു പോന്നിതു പോരിൽ പുറംതിരിഞ്ഞിടുമാറില്ലവൻ. നീ കൂടെയങ്ങു ചെന്നിടുക സത്വരം ലോകേശനന്ദന പാർക്കരുതേതുമേ. യുദ്ധമാകർണ്യാവിധീസുതാനും കവി സത്തമന്മാരുമായി ചെന്നു ലഘൂതരം. എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭവാൻ ബന്ധമെന്നങ്ങോട്ടു തന്നെ നടക്ക നീ. എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ ഇന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ. ഉണ്ടോരവസ്ഥയുണ്ടായിട്ടതിപ്പോഴേ ചെന്നു ജഗസ്വാമിയോടുണർത്തിക്കണം. പോരുക നീയും ഇങ്ങോട്ടിനി എന്നുടൻ മാരുതി ചൊന്നതു കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചിതു മൈഥിലി തന്നെ നാശവൃത്താന്തമെപ്പേരുമേ. ഭൂമിയിൽ വീണു മോഹിച്ചു രഘുത്തമൻ സൗമിത്രി താനും അന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിയിടിനാൻ മന്നവൻ തൻ പദവഞ്ചനാപുത്രനും. ഉത്സംഗസീമനി ചേർത്താനതു കണ്ടു നിസ്സംജ്ഞരായൊക്കെ നിന്നു കവികളും. ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും. എന്തൊരു ഘോഷമുണ്ടായതെന്നാത്മനി ചിന്തിച്ച വീടേക്കു വന്നു വിഭീഷണൻ. ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു മാതരിശ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ. കയ്യണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ. അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ. ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കലാരുമുണ്ടായി വരാ. മായാ നിപൂണനാം മേഘാനിനാഥനിക്കാര്യമനുഷ്ഠിച്ചതെന്തിനെന്നാശുകൾ. മറക്കടന്മാർ ചെന്നു ഉപദ്രവിച്ചിടാതെ തക്കത്തിലാശു നികുംഭിലായിൽ ചെന്നു ഉക്കുടൻ തന്നെ ഹോമം കഴിപ്പതിനായിക്കൊണ്ടു കണ്ടോരുപായം അത്യത്ഭുതം. ചെന്നിനി ഹോമം മുടക്കേണമല്ലായെങ്കിൽ എന്നും അവനെ വധിക്കരുതാർക്കുമേ. രാഘവസ്വാമിൻ ജയ ജയ മാനസവ്യാകുലം തീർന്നെഴുന്നേൽക്ക ദയാനിധേ. ലക്ഷ്മണനുമടിയനും കവികുല മുഖ്യപ്രവരരുമായിട്ടു പോകണം. ഓർത്തുകാലം കളഞ്ഞിടരുതേതുമേ യാത്രയേക്കണം എന്നു വിഭീഷണൻ. ചൊന്നതു കേട്ടള വാലസ്യവും തീർന്നു മല്ലവൻ പോവാനനുജ്ഞ നൽകിയിടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്തു കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസാപുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നു വരീകെന്ന അനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോടു മഹാകപീസേനയും രക്ഷോവരാനും നടന്നാരതൂ നേരം. മൈന്ദൻ വിവീതൻ സുഷേണൻ നളൻ നീലനിന്ദ്രാത്മജാത്മജൻ കേസരീതാരനും ശൂരൻ വൃഷഭൻ ശരഭൻ വിനാദനും വീരൻ പ്രമാധി ശതാബലി ജാംബവാൻ പാദാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ സുമുഖൻ ബലീപുങ്കവൻ ശ്വേതൻ ദധീമുഖൻ അഗ്നിമുഖൻ ഗജൻ മേതുരൻ ധൂമ്രൻ ഗവായൻ ഗവാക്ഷനും മറ്റുമിത്യാദി ചൊല്ലുള്ള കവികളും മുറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോടും. മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നികുംഭിലാപുക്കും നിറഞ്ഞിതു നക്തഞ്ചരവരന്മാരെ ചുഴലവേ. നിർത്തിഹോമം തുടങ്ങിയിടിനാൻ രാവണി. കല്ലും മലയും മരവും എടുത്തുകൊണ്ട് എല്ലാവരുമായി അടുത്തു കവികളും ഏറ്റുമേറും കൊണ്ടു വീണു തുടങ്ങിനാൽ അറ്റമില്ലാതോരോ രാക്ഷസാവീരരും. മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങിനി പറ്റലാരെ ചെറ്റ കറ്റിയൊഴിഞ്ഞെന്നു കൽപ്പിച്ചു രാവണി വില്ലും ശരങ്ങളും കെൽപ്പോടെടുത്തു പോരിനടുത്തിയിടിനാൻ. മുമ്പിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുതാ സംഭവൻ തന്നെ തടുത്തു നിർത്തിയിടിനാൻ. വന്നു നികുംഭിലായാൽ തറമേലേറി നിന്നു ദശാനനാപുത്രനുമന്നേരം. കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോട് കുണ്ഠതാ തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ. വീരാ കഴിഞ്ഞീല ഹോമാമിവാനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാ ദൃഢം. മാരുതാനന്ദനൻ തന്നോടു കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ. മൃത്യുസമയം അടുത്തിരിവന്നിനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. യുദ്ധം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനാൻ. പ്രത്യസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിന്ദ്രജിത്തും അത്യർത്ഥ അസ്ത്രങ്ങളെ തീടിനാൻ. അപ്പോൾ കഴുത്തിലെടുത്തു മരുൽ സുതാൻ ഉൽപ്പന്നമൂർത്തം കുമാരനെ സാദരം. ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ടു തൽക്ഷണം ചൊന്നാൻ ദശാനനാപുത്രനും. രാക്ഷസാജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമാ കേവലം. പുത്രമിത്രാദി വർഗത്തെ ഒടുക്കുവാൻ
ശത്രുജനത്തിനു ഭൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിയിടിനാൽ എത്രയും നന്നു എന്നതേ ചൊല്ലാവൂ. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്കു പാർത്തു കണ്ടോളം ഗതിയില്ല സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. വളരെ സന്തോഷം ദേവകേട്ടത്തി, വളരെ മനോഹരമായി തന്നെ പാരായണം ചെയ്തു. ഞാൻ ഒട്ടും തയ്യാറായിരുന്നില്ല, തെറ്റുണ്ടെങ്കിൽ അത് ക്ഷമിക്കണേ. സാരമില്ല, ഇത് ആകസ്മികമായിട്ട് അതൊരു അതെ, അനുഗ്രഹമാണല്ലോ. വേറെ ഒത്തിരി തിരക്കുണ്ടായിരുന്നോണ്ട് ഞാൻ ഇപ്പൊ വന്ന് ജോയിൻ ചെയ്തേ ഉള്ളൂ. ശരി, സാരമില്ല, വളരെ മനോഹരമായി തന്നെ പാരായണം ചെയ്തു. ഞാൻ അടുത്തായി വേദിയിലേക്ക് ശ്രീ ഉണ്ണികൃഷ്ണൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു, ബാക്കി തുടർന്നുള്ള ഭാഗം പാരായണം ചെയ്യുവാനായി. രാമ 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 പാഹിമാം. ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടെത്ര സാധ്യമാകുന്നിതെന്നല്ലോ ബുധമതം. ശാസ്ത്രജ്ഞനാം നീ കുലത്തെ ഒടുക്കുവാനാസ്തയാ വേല ചെയ്യുന്നതും അത്ഭുതം എന്നത് കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. നന്നു നീയും നിൻ പിതാവും അറിയ നീ വംശം മുടിക്കുന്നതിന്ന്. നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മാനസേ. വംശത്തെ രക്ഷിച്ചുകൊള്ളുവനിന്നു ഞാൻ നായകാനുഗ്രഹാൽ ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം മങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും എല്ലാം അതെയ്തു മുറിച്ചു കളഞ്ഞത ചൊല്ലിനാൻ ആശു സൗമിത്രി തന്നോടവൻ. 2 ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാര വിശേഷിച്ചു കണ്ടുകൊള്ളല്ലായികിലിന്ന് ഞാൻ നിന്നുടൽ കൊണ്ട് ജന്തുക്കൾക്കു ഭക്ഷണമേകുവൻ. ഇത്തം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ ഉടൽ കീറിനാൻ ഏറ്റവും 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം. പിന്നെ വിഭീഷണൻ തന്നെയും 100 ശരമെയ്തു വാനരവീരരും ഏറെ മുറിഞ്ഞു വശം കെട്ടു വാങ്ങിനാൻ. തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൽ ചക്രാരിതേനിമേനിമേൽ വൃത്രാരിജിത്തും ശരസഹസ്രേണ സൗമിത്രീ കവചം നുറുക്കിയിട്ടിടിനാൻ. രക്താഭിഷിക്ത ശരീരികളായത് നക്തഞ്ചരനും സുമിത്രാതനയനും. പാരമെടുത്ത് 5 ബാണം പ്രയോഗിച്ചു ധീരം പൊടിച്ചു കുതിരകളെ കൊന്നു സാരഥി തന്റെ തളിയും മുറിച്ചതിസാരമായോരു വില്ലും മുറിച്ചു ഇടിനാൻ. മറ്റൊരു ശാപമെടുത്തു കുലച്ചവൻ അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ. പിന്നെ മുന്നം പെയ്തതും മുറിച്ചിടിനാൻ. മന്നവൻ പങ്ക്തി കണ്ടാത്മജനന്നേരം ഊറ്റമായോരു വില്ലും കുഴിയെ കുലച്ചോർ ഏറ്റമെടുത്തു ബാണങ്ങൾ തൂകിയിടിനാൻ. സത്വരം ലങ്കയിൽ പുക്കുതേരും പൂട്ടി വിദ്രുതം വന്നിതോ രാവണപുത്രനും. ആരുമറിഞ്ഞീല പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചതന്നേരം. ഘോരമായുണ്ടായ സങ്കരം കണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാർ. പണ്ടു ലോകത്തിങ്കൽ ഇങ്ങനെയുള്ള പോരുണ്ടായതില്ലിനി ഉണ്ടാകുകയുമില്ല. കണ്ടാലും ഈ ദൃശം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ. ഇത്തം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു വൃഷം. വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവ ദൈവതമസ്ത്രം കുമാരനും രാഘവം ചേർന്നു കരേണ സന്ധിപ്പിച്ചു രാഘവൻ തൻ പാദം ഓരുഹം മാനസേ ചിന്തിച്ചുറപ്പിച്ചയച്ചാനതു ചെന്നു പങ്ക്തി കണ്ടാത്മജൻ കണ്ടവും ഛേദിച്ചു സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായി അന്തരാതൂണിയിൽ വന്നു പുക്കൂ ശരം. ഭൂമിയിൽ വീണിത് രാവണി തന്നുടലാമയം തീർന്നിതു ലോകത്രയത്തിനും. സന്തുഷ്ടമാനസന്മാരായ ദേവതകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ. പുഷ്പങ്ങളും വർഷിച്ചാരുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ. നേത്രങ്ങളായിരവും വിളങ്ങിയതാ ഗോത്രാരി താനും പ്രസാദിച്ചിതേറ്റവും താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ.
താപസന്മാരും ഗഗനചരന്മാരും തുന്തുവിനാദവും ഘോഷിച്ചിതേറ്റമാനന്ദിച്ചിതാശു പിരിഞ്ചനും അന്നേരം ശങ്കാവിഹീനം ചെറുഞാണൊലിയിട്ടു ശംഖും വിളിച്ചുടൻ സിംഹനാദം ചെയ്തു. വാനരന്മാരുമായി വേഗേന സൗമിത്രിമാനവേന്ദ്രൻ ചരണാംബുജം കൂപ്പിനാൻ. ഗാഠമായ ആലിംഗനം ചെയ്തു രാഘവൻ ഊടമോദം മുകർന്നീടിനാൻ. മൂർധനി ലക്ഷ്മണനോടു ചിരിച്ചരുളി ചെയ്തു, ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം. രാവണി യുദ്ധേ മരിച്ചത് കാരണം രാവണൻ താനും മരിച്ചാനറിക നീ. ക്രുദ്ധനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്താൽ ഇനി ദശഗ്രീവനും. ഏത്തമന്യോന്യം പറഞ്ഞിരിക്കും നേരം പുത്രൻ മരിച്ചത് കേട്ടോരു രാവണൻ വീണിത് ഭൂമിയിൽ മോഹം കലർന്നതി ക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. ആഹാ കുമാര മണ്ഡോദരീ നന്ദന, ആഹാ സുകുമാര വീര മനോഹര, മത്കർമ്മദോഷങ്ങൾ എന്തു ചൊല്ലാവത് ദുഃഖമിതെന്ന് മറക്കുന്നതുള്ളിൽ ഞാൻ. വിണ്ണവർക്കും മുനിമാർക്കും ദ്വിജന്മാർക്കും ഇന്നു നന്നായുറങ്ങിയിടുമാറായതു. നമ്മയും പേടിയില്ലാർക്കും ഇനി മമ ജന്മവും നിഷ്ഫലമായി വന്നിതീശ്വര. പുത്രഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചു മത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടെ പുത്രൻ മരിച്ചത് ജാനകി തന്നുടെ കാരണമെന്നതുകൊണ്ട് ഞാൻ കൊന്നവൾ തന്നുടെ ചോര കുടിച്ചൊഴിഞ്ഞെന്നുമേ ദുഃഖമടങ്ങുകയില്ലമേ. ഖഡ്ഗവുമോങ്ങി ചിരിച്ചലറി തത്ര നിർഗമിച്ചിടിനാൻ ക്രുദ്ധനാം രാവണൻ. സീതയും ദുഷ്ടനാം രാവണനെ കണ്ടു ഭീതയായത്രയും വേപതുഗാത്രിയായി. ഹാ രാമ രാമ രാമേതി ജപത്തോടുമാ രാമദേശേ വസിക്കും ദശാന്തരേ. ബുദ്ധിമാനായ സുപാർശൻ നയജ്ഞനത്യുത്തമൻ കർപ്പൂര സത്തമൻ വൃത്തവാൻ രാവണൻ തന്നെ തടുത്തു നിർത്തി പറഞ്ഞാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ. ബ്രഹ്മകുലത്തിൽ ജനിച്ച പവാനിക നിർമ്മലനെന്നു ജഗത്രയ സമ്മതം. താപകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതല്ലോർക്കിൽ ഗുഹനും അനന്തനും ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. പൗലസ്ത്യനായ കുബേര സഹോദരൻ ത്രൈലോക്യവന്ദിനാം പുണ്യജനാധിപൻ. സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദേവാദി വാസാത്മാജിതേന്ദ്രിയൻ വേദവിദ്യാവ്രതസ്നാനപരായണൻ. ബോധവാൻ ഭാർഗവശിഷ്യൻ വിനയവാൻ എന്നിരിക്കെ ഭവാൻ ഇന്നു യുദ്ധാന്തരേ നന്നെത്രയുമോർത്തു കൽപ്പിച്ചതും. ശ്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർദ്ധനം. രാത്രിഞ്ചരേന്ദ്ര പ്രവരാ പ്രഭോമയാ സാർത്ഥം വിരവോട് പോരിക പോരിനായി. മാനവന്മാരെയും വാനരന്മാരെയും ആനേന പോർ ചെയ്തു കൊന്നു കളഞ്ഞു നീ ജാനകി ദേവിയെ. പ്രാപിച്ചു കൊള്ളുക മാനസതാപവും ദൂരെ നീക്കിയിടുക. നീതിമാനായ സുപാർശൻ പറഞ്ഞതു യാതുദാനാധിപൻ കേട്ടു സന്തുഷ്ടനായി. ആസ്ഥാന മണ്ഡപേ ചെന്നിരുന്നെത്രയും ആസ്തയാ മന്ത്രികളോടും നിരൂപിച്ചു. ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടിതു പോരിനായി. ചെന്നു രക്ഷോബലം രാമനോടേറ്റളവൊന്നൊഴിയാതെ എടുക്കിനാൻ. രാമനും മന്നവൻ തന്നോട് എതിർത്തിത് രാവണൻ നിന്നു പോർ ചെയ്താനഭേദമായി നിർഭയം. പിന്നെ രഘുത്തമൻ ബാണങ്ങളെയ്തു ഭിന്നമാക്കിയിടിനാൻ രാവണദേഹവും. പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടുവാങ്ങി ദശാനനൻ. പോരുമെന്നോർത്തതി ഭീരുവായി ലങ്കാപുരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. വളരെ സന്തോഷം ഉണ്ണികൃഷ്ണ സാർ, വളരെ മനോഹരമായി പാരായണം ചെയ്തു. കേട്ടിരിക്കാൻ ഒരു സുഖമുണ്ട്. വളരെ സന്തോഷം. ഞാൻ അടുത്ത വേദിയിലേക്ക്
രാവണന്റെ ഹോമയജ്ഞം പാരായണം ചെയ്യുവാനായി പേര് ചിത്ര എന്ന് കാണുന്നുണ്ട്. ശ്രീമതി ചിത്ര താല്പര്യമുണ്ടെങ്കിൽ പാരായണം ചെയ്യാം. ശ്രീമതി ചിത്ര ചിത്ര കോട്ടയം ചാപ്റ്റർ ആണ്. താല്പര്യമുണ്ട് പാരായണം ചെയ്യാൻ, അതല്ലെങ്കിൽ അടുത്ത ആളിലേക്ക് കടക്കാം. സരസ്വതി ഇടത്ത് തന്നെ പാരായണം ചെയ്തു. അവര് കുറച്ച് ഭാഗം പാരായണം ചെയ്യും. ജയശങ്കർ. രാവണന്റെ ഹോമവിഘ്നം. ശുക്രനെ ചെന്നു നമസ്കരിച്ചത്രയും ശുഷ്കവദനായി നിന്നു ചൊല്ലിടിനാൻ. അക്കാത്മജാതിയാം മർക്കടവീരരും അർക്കന്വയോദ്ഭൂതനാകിയ രാമനും ഒക്കെ ഒരുമിച്ചു വാരിധിയും കടന്നിക്കര വന്നു ലങ്കാപുരം പ്രാപിച്ചു. ചക്രാരി മുഖ്യ നിശാചരന്മാരെയും ഒക്കെയൊടുക്കി ഞാനേകാകിയായതു ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായതു. സൽഗുരോ ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ. വിജ്ഞാനിയാകിയ രാവണനാൽ ഇതി വിജ്ഞാപിതനായ ശുക്രമകാമുനി രാവണനോടുപദേശിച്ചിതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. ശീഘ്രമൊരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരമതിരഹസ്യസ്ഥലേ ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക. വന്നുകൂടും ജയമെന്നാൽ നിനക്കെടോ വിഘ്നം വരാതെ കഴിഞ്ഞു കൂടുന്നാകിൽ അഗ്നികുണ്ഡത്തിൽ നിന്നു പുറപ്പെടും ബാണതൂണീരശാപാശ്വ രഥാദികൾ വാനവരാലുമജയ്യനാം. പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചുകൊൾകെന്നോടു സാദരമന്തരമെന്നിയേ ഹോമം കഴിക്ക നീ. ശുക്രമുനിയോടു മൂലമന്ത്രം കേട്ടു രക്ഷോഗണാധിപനാക്കിയ രാവണൻ പന്നകലോക സമാനനായി തീർത്തിതു തന്നുടെ മന്ദിരം തന്നിൽ ഗുഹാതലം. ദിവ്യമാം ഹവ്യഗൗവ്യാദി ഹോമായ സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനമകമ്പുക്കു ശുദ്ധനായി ധ്യാനമുറപ്പിച്ചു തൽക്ഷണം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ. വ്യോമമാർഗത്തോളം ഉദ്ദിഷ്ടമായൊരു ഹോമധൂപം കണ്ട രാവണ സോദരൻ രാമചന്ദ്രനു കാട്ടി കൊടുത്തിടിനാൻ. ഹോമം തുടങ്ങി ദശാനനൻ മന്നവാ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അടുത്ത ഭാഗം സുരേഷ് ജി വായിച്ചോളൂ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ.
ഹോമം കഴിഞ്ഞു കൂടിയിടുമെന്നുമേ നാം അവനോട് തോറ്റിടും മഹാരണേ. ഹോമം മുടക്കുവാനായ ഇടുക സാമോദമാശു കപികുലവീരരെ. ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ടു മാരുതപുത്രാംഗതാദികളൊക്കവേ 100 കോടി പടയോടും മഹാമതിലേറി കടന്നു രാവണ മന്ദിരം പുക്കു. പുരപാലകന്മാരെയും കൊന്നു മർക്കട വീരരോരോ ഒരുമിച്ചനാകുലം വാരണവാജീരഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര ദശാസ്യ ഹോമസ്ഥലം. വ്യാജാൽ സരമ നിജകര സംശയം ദശഗ്രീവനാ ഹോമസ്ഥലം. ഹോമഗുഹാദ്വാരബന്ധന പാഷാണ മാമയഹീനം പൊടിപെടുത്തങ്കതൻ തത്ര ഗുഹയിലകം പൂക്ക നേരത്തു സഞ്ചരേന്ദ്രനെ കാണായി സന്ധികെ. മറ്റുള്ളവർകളും മംഗതാനുജ്ഞയാതെറ്റെന്നു ചെന്നു ഗഹയിൽ ഇറങ്ങിയാൽ കണ്ണു മടച്ചുടൻ ധ്യാനിച്ചിരിക്കും ആ പുണ്യജനാധിപനെ കണ്ടു. വാനരം താടിച്ചു ഭൃത്യജനങ്ങളെ കൊല്ലുകയും സംഭാര സഞ്ചയം കുണ്ഠത്തിലൊക്കെ ഒരിക്കലേ ഹോമിച്ചു ഖണ്ഡിച്ചതു ലഘുമേഖലാജാലവും. രാവണൻ കൈക്കുന്ന മഹാസ്രുവം പാവനീ ശീഘ്രം പിടിച്ചു പറിച്ചുടൻ താഠനം ചെയ്താനതു കൊണ്ടു സത്വരം ക്രീഡയാവാനരാശ്രേഷ്ഠൻ മഹാബലൻ. തന്ത്രങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം ഏറ്റവും ജ്ഞാനത്തിനേതും ഇളക്കമുണ്ടായില്ല മാനസേ. രാവണനും ജയകാംക്ഷയ മണ്ഡോധരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ഡനമെല്ലാം ഞാൻ ചിത്രസ്ഥയായി കഞ്ചുകഹീനയായി ചിത്രസ്ഥയായി വിലാപം തുടങ്ങിയാൽ വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാൻ എന്തു ദുഷ്കൃതം ചെയ്തു ദൈവമേ. നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര. മാനം ഭവാനോളമില്ല മറ്റാർക്കും മുമ്പിലിട്ടാശു അഭീവരാരെന്നെ തലമുടി കെട്ടു പാരിയിഴയ്ക്കുന്നതു കണ്ടിരിപ്പതു പോരെ വൈഭവമോർത്തിൽ ചളമതേ. എന്തിനായി കൊണ്ടു ജ്ഞാനവും ഹോമവും അന്തർഗത എന്തോന്നു ദുർമതേ. വിദാശ ഏ ബലീയസി മാനസേ ഹാ ഇതി വൈഭവമെത്രയും അത്ഭുതം. അർത്ഥം പുരുഷനു ഭാര്യയല്ലോ ഭൂവി ശത്രുക്കൾ വന്നവളെ പിടിച്ചതെത്രയും കഥപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ ഭവിക്കുന്നതുത്തമേവനും. നാണവും പത്നിയും വേണ്ടിനുതൻ പ്രാണഭയം കൊണ്ടും മുഠൻ മഹാകലൻ. ഭാര്യാവിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകന്നു തൻ വാളുമായി സത്വരും അങ്കുതൻ തന്നോടടുത്താനതു കണ്ടു ശരീരങ്ങളായ കതികളും ശാസ്ത്രീഞ്ചരേശ്വര പത്നിയേയുമയച്ചാർത്തു വിളിച്ചു പുറത്തു പോന്നിരിനാർ. ഹോമശേഷം മുടക്കി വയമെന്നു രാമാന്തികെ ചെന്നു കൈതൊഴിൽ ഞാൻ മണ്ഡോദരിയോടനുസരിച്ച നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. വളരെ സന്തോഷം സുരേഷ് ഏട്ടാ, വളരെ മനോഹരമായി തന്നെ പാരായണം ചെയ്തു. വളരെ വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. 4 വർഷമായിട്ട് സുരേഷ് ഏട്ടന്റെ ആ ഒരു ഫ്ലുവൻസ് എന്താ പറയാ, വളരെ നല്ല അക്ഷരസ്ഫുടതയോട് കൂടി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. തുടക്കത്തിൽ ചില ഇതൊക്കെ ഉണ്ടായിരുന്നു അന്ന് ആദ്യകാലത്ത്, പക്ഷെ ഇപ്പോൾ വളരെ മനോഹരമായി തന്നെ അങ്ങ് പാരായണം ചെയ്തു മാസ്റ്ററായി തുടങ്ങിയിട്ടുണ്ട് അല്ലേ? വളരെ സന്തോഷം. ഞാൻ അടുത്തതായി വേദിയിലേക്ക് മാധവേട്ടനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു കുറച്ച് ഭാഗം പാരായണം ചെയ്യുവാനായി. മാധവേട്ടൻ കേൾക്കുന്നുണ്ടെന്ന് കരുതട്ടെ. മാധവേട്ടൻ ക്ഷമിക്കണം, ഞാൻ വേറൊരു സ്ഥലത്തുള്ള, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ.
ഞാൻ കുറച്ച് ഭാഗം ഞാനൊന്ന് പാരായണം ചെയ്യാം. വിളിച്ച് പുറത്ത് പോന്നീടിന അവിടെ വരെയല്ല, ഇങ്ങോട്ട് നോക്കുന്നതിനിടയ്ക്ക് കൈ മാറി. ഹോമമശേഷം മുടക്കി തുടങ്ങിയല്ലേ? രാവണ അതെ മണ്ഡോദരി അതെ. നാഥേ ധരിക്ക ദൈവാധീനമൊക്കെയും അവിടം തൊട്ട്. അതിന്റെ താഴത്തെ ശരി. 2 വരികൾ ശരി, കണ്ടു. വിജി, നാഥേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിൻ മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടേണം ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം ജ്ഞാനമാശ്രിത്യലോ ശോകം കളഞ്ഞിടു നീ ജ്ഞാനവിനാശനം ശോകമറിക നീ അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാനജാതം അഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം ദേഹമൂലം പുത്രധാരാദിബന്ധവും ദേഹിക്കു സംസാരവും അതു കാരണം ശോകഭയക്രോധലോഭമോഹ സ്പൃഹാരാഗഹർഷാദി ജരാമൃത്യുജന്മങ്ങൾ അജ്ഞാനജങ്ങളിൽ അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം മകളെ കലക നീ ജ്ഞാനസ്വരൂപനാത്മാ പരണത്വയനാനന്ദപൂർണ സ്വരൂപന ലേപകൻ ഒന്നിനോടില്ല സംയോഗമതിന്നു മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും ആത്മാനമിങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനി ശോകം കളക നീ വല്ലഭേ ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നുവന്നിടുവൻ അല്ലായികിലോ രാമസായകമേറ്റു കൈവല്യവും പ്രാപിപ്പതിനില്ലൊരു സംശയം എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നുകളഞ്ഞുടൻ എന്നോടു കൂടവേ പാവകൻ തങ്കൽ പതിച്ചു മരിക്കൂ നീ ഭാവനയോടുമെന്നാൽ ഗതിയും വരും. വ്യഗ്രിച്ചതു കേട്ട് മണ്ഡോദരിയും ദശഗ്രീവനോട് പറഞ്ഞാളതു നേരം രാഘവനെ ജയിപ്പാൻ അരുതാക്കുമേ ലോകത്രിയത്തിങ്കലെന്നു ധരിക്ക നീ സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷതൻ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വൈവസ്വതമനു തന്നെ രക്ഷിച്ചതും രാജീവലോചനൻ മുന്നമൊരു ലക്ഷയോജന വിസ്തൃതമായൊരു കൂർമ്മമായി ക്ഷീരസമുദ്രമഥനകാലേ പുരാ ഘോരമാം മന്ദരം പൃഷ്ഠേ ധരിച്ചതും പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നു മന്നിടം തേറ്റമേൽ വെച്ച് പൊങ്ങിച്ചതും ഘോരനായൊരു ഹിരണ്യകശുപുതൻ മാറിടം കൈനകം കൊണ്ടു പിളർന്നതും 3 അടി മണ്ണു ബലിയോട് യാചിച്ചു മൂലോകവും 3 അടിയായളന്നതും ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുദ്ധേ വധിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും പൃഥ്വീപതിയായ രാമനിവൻ തന്നെ മാർത്താണ്ഡവം ദശരഥപുത്രനായി ധാത്രീ സുതവരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലെ വന്നു പിറന്നുമെന്നു ധരിക്ക നീ പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യുഭവിപ്പാനും ആയി നീ അവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വൃഥാ നിർലജ്ഞനാകയാൽ മൂഢാജലപ്രഭോ വൈദേഹിയെ കൊടുത്തിടുക രാമനു സോദരനായി കൊണ്ടു രാജ്യവും നൽകുക രാമൻ കരുണാകരൻ പുനരത്രയും നാമിനി കാനനം വാഴ്ക തപസ്സിനായി മണ്ഡോദരി വാക്കു കേട്ടോരു രാവണൻ ചണ്ഡപരാക്രമൻ ചൊന്നാനതു നേരം പുത്രമിത്ര മാതൃസഹോദരന്മാരെയും മൃത്യു വരുത്തി ഞാൻ ഏകനായി കാനനെ ജീവിച്ചിരിക്കുന്നതു ഭംഗിയല്ലടോ ഭാവിച്ചവണ്ണം ഭവിക്കയില്ലൊന്നുമേ രാഘവൻ തന്നോടൊത്തു യുദ്ധം ചെയ്തു
വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവാൻ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഇന്ന് പാരായണം ചെയ്ത എല്ലാവർക്കും നന്ദി. നമുക്ക് ഇന്ന് പാരായണം ചെയ്ത ഭാഗത്തെ വ്യാഖ്യാനം കേൾക്കുവാനായി ഉഷേട്ടത്തി വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജയശങ്കര. നമസ്തേ. ജയശങ്കര. 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 അങ്ങനെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒന്നാമത്തെ ദിവസം തുടങ്ങുമ്പോൾ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഗംഭീരമായിട്ട് നടക്കുമോ എന്നുള്ള, മുടക്കമില്ലാതെ ഒക്കെ നടക്കുമോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. എന്ത് ഗംഭീരമായിട്ടാണ് നമ്മൾ നടത്തുന്നത്. അങ്ങനെ ദിവ്യൌഷധങ്ങളൊക്കെ കൊണ്ടുവന്നു. ആ ദ്രോണാചലം കൊണ്ടുവച്ചപ്പോ അതിന്റെ കാറ്റേറ്റ് തന്നെ വാനരന്മാരെല്ലാം ബോധക്ഷയമൊക്കെ തെളിഞ്ഞ് എല്ലാവരും ചാടി എഴുന്നേറ്റു. അപ്പൊ ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ ദ്രോണാചലത്തെ തിരികെ കൊണ്ടുവച്ചു. അപ്പൊ അങ്കദൻ പറയുന്നു, ഇനിയും കാലം നിൽക്കരുത് ആരും പുറത്തിനി, വാനരരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ. ഇനിയിപ്പം സമയം കളയാൻ നമുക്കൊട്ടും നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് ഇപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാ വാനരന്മാരും ചാടി ലങ്കയിലേക്ക് കയറണം. എന്നിട്ട് മതിലുകളെല്ലാം തകർക്കണം, ഗൃഹങ്ങളിലൊക്കെ കൊള്ളിവെക്കണം, വൃക്ഷങ്ങളൊക്കെ മുറിക്കണം, കൂപങ്ങള്, തടാകങ്ങള്, കിടങ്ങുകള് ഇതെല്ലാം നികത്തണം. എന്നിട്ട് തീ വെക്കുമ്പം തീപ്പൊള്ളലേറ്റ് ആരെങ്കിലും അകത്തിരിപ്പുണ്ടെങ്കിൽ അവരെല്ലാം പുറത്തു വരും, അവരെയൊക്കെ നമുക്ക് ശസ്ത്രാസ്ത്രങ്ങളാൽ വധിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ അങ്കദൻ പറഞ്ഞതനുസരിച്ച് വാനരന്മാരെല്ലാം കൂട്ടത്തോടെ ലങ്കാപുരിയിലേക്ക് ചാടിക്കടക്കുകയാണ്. പിന്നെ അവിടെ അവര് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്തെല്ലാം ആണ്. ആയുധശാലകള്, ആഭരണശാലകള്, മജ്ജനശാല എന്ന് വേണ്ട എല്ലാം, പ്രാസാദങ്ങൾ, ഗോപുരങ്ങൾ, ഗൃഹങ്ങൾ എല്ലാം അവര് തല്ലി തകർത്ത് തീ വെക്കുകയാണ്. അങ്ങനെ തീർത്തു കഴിയുമ്പോൾ അതിനകത്തിന്ന് അങ്കദൻ പറഞ്ഞ പോലെ തന്നെ കുറെ രാക്ഷസ സ്ത്രീകളും രാക്ഷസന്മാരും തീപ്പൊള്ളലേറ്റ് അലറിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. മാരുതി 1/4 ഭാഗം ചുട്ടായിരുന്നു പണ്ട്. അതെല്ലാം വീണ്ടും ശരിയാക്കിയായിരുന്നു. അതെല്ലാം പിന്നെ എന്തായി, ഭൂതിയായി വന്നു. പിന്നെയും ഒരു പിടി ചാരമായി വരികയാണ്. രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞ് പുറത്തേക്ക് ഓടുകയാണ്. ആ വരുന്നവരെയെല്ലാം രാഘവൻ ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ട് നിഗ്രഹിക്കുകയാണ്. ഇങ്ങനെ അവിടെ ആകപ്പാടെ ഇതൊക്കെ കവിവീരന്മാരുടെ ഒരു സന്തോഷം കൊണ്ടുള്ള ശബ്ദവും രാക്ഷസന്മാരുടെ സന്താപം കൊണ്ടുള്ള അലർച്ചയും, പിന്നെ ആനകൾ വെന്തലറുന്നു, തുരകങ്ങൾ, അശ്വങ്ങൾ ഇതെല്ലാം മരണവാതൊക്കെ നിൽക്കുന്നവരുടെ ആ ആർത്തനാദങ്ങൾ കൊണ്ട് അവിടെ എല്ലാം നിറയുകയാണ്. അപ്പോ രാവണൻ പറയുന്നു, ഇങ്ങനെ വിട്ടാ പറ്റിയല്ലോ, ഇപ്പൊ ഇവരെ എല്ലാം വധിച്ച് എല്ലാം റെഡിയായി ഇന്ദ്രജിത്ത് വന്നതായിരുന്നു, വീണ്ടും ഇവരെല്ലാം കൂടെ ഒന്നിച്ചു വരുന്നല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, കുംഭകർണന്റെ മകനായ കുംഭൻ പോകാൻ പറയും. അപ്പം കുംഭൻ തന്റെ അനുജനായ നികുംഭനോടൊന്നിച്ച് യുദ്ധത്തിന് വലിയ ഒരു സൈന്യവുമായിട്ട് പോവുകയാണ്. കൂടെ ഇപ്പൊ കുംഭനുണ്ട്, നികുംഭനുണ്ട്, പിന്നെ കൂടെ ആരൊക്കെയുണ്ട്, പ്രജംഘൻ, യൂപാശൻ, ശോണിതാക്ഷൻ, ഇവരുടെ 5 പേരുടെ നേതൃത്വത്തിൽ വൻ പടയോടുകൂടി ഇവരെ അങ്ങോട്ട് പോവുകയാണ്. ഭയങ്കരമായ ഒരു യുദ്ധം അവിടെ നടക്കുന്നത് നമ്മൾ വായിച്ചു കഴിഞ്ഞു. അങ്ങനെ ആ യുദ്ധത്തിനൊടുവില് ജംഭാരി നന്ദനപുത്രൻ, അതായത് അങ്കദൻ, ജംഭാരി ദേവേന്ദ്രൻ, നന്ദനൻ ബാലി, അതിന്റെ പുത്രൻ ബാലിയുടെ പുത്രൻ അങ്കദൻ ആ കുംഭനെ വധിക്കുകയാണ്. കുംഭനല്ല, കമ്പൻ തന്നെ. ജംഭാരി നന്ദനപുത്രൻ കമ്പനെ വധിക്കുന്നു. പ്രജംഘനെയും യൂപാക്ഷനെയും കമ്പനൻ വൻപോടടുത്താൻ അത് നേരെ അമ്പുകേച്ചു വന്നു കവികളും. അങ്ങനെ ആ ഭയങ്കര ആ യുദ്ധത്തിനൊടുവില് ഓരോരുത്തരെയായിട്ട് കൊല്ലുകയാണ്. ജംഭാരി നന്ദനപുത്രനും കോപിച്ചു. അങ്ങനെ കമ്പനെ
അംഗദൻ വധിക്കുന്നു. അപ്പൊ അംഗദനോട് ഈ പ്രജംഘൻ വന്ന് കൂടെ ഉണ്ടായിരുന്ന പ്രജംഘൻ വന്ന് ഏൽക്കുകയാണ്. അപ്പൊ പ്രജംഘനെയും പിന്നാരെയാണ് യൂപാക്ഷനെയും വധിക്കുന്നു. അപ്പൊ അംഗദന് ക്ഷീണം, ആദ്യത്തെ കമ്പനോട് തന്നെ എതിർത്തപ്പോ തന്നെ അംഗദന് ക്ഷീണം ഉണ്ടെന്ന് കണ്ടിട്ട് കമ്പം കലർന്നൊഴിച്ചാൽ അത് കണ്ട് ആരൊക്കെയാണ് കൂടെ വരുന്നത്? മൈന്ദനും വിവിധനും ഈ ആരോടെ അംഗദനെ സഹായിക്കാനായിട്ട് മൈന്ദനും വിവിധനും മന്ദേതരം വന്നടുത്താൻ അതു നേരം. അന്നേരം എന്ത് ചെയ്തു? കൊന്നാൻ പ്രജംഘനെ താരേയൻ. അംഗദൻ തന്നെ പ്രജംഘനെ വധിച്ചു. അപ്പോഴോ കുംഭനടഞ്ഞു ശരം പൊഴിച്ചുടൻ വമ്പരാം സുഗ്രീവനും തേരിൽ അമ്മാറ് കാട്ടി മുഷ്ടിയുദ്ധൻ. കുംഭനെ അത് കഴിഞ്ഞ് വിവിധനെയും ശോണിത നേത്രനെയും വിവിധൻ കൊല്ലുന്നു. യൂപാക്ഷനെ മൈന്ദനും ഒക്കെ വധിക്കുന്നു. അങ്ങനെ ഇവരെല്ലാം മരിച്ചു കഴിയുന്നു. അത് കഴിഞ്ഞ് വാരാനിധിയും കലക്കി മറിച്ചത് സുഗ്രീവനെ കൊന്നു. അപ്പൊ കുംഭനെ സുഗ്രീവൻ കൊന്നത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് നികുംഭൻ വരികയാണ്. സംഹാര രുദ്രനെ പോലെ സിംഹനാദവും മുഴക്കി വന്നു കഴിയുമ്പം സുഗ്രീവനോട് പറയുന്നു, സുഗ്രീവനാണല്ലോ കുംഭനെ കൊന്നത്, അതുകൊണ്ട് പറയും മാറി നിന്നോളാൻ പറഞ്ഞിട്ട് മാരുതി വരികയാണ്. മാരുതി അഗ്രേ ചെറുത്താൻ നികുംഭനെ തന്നെ വാതാത്മജൻ വന്നിട്ട് നികുംഭനോട് എതിർക്കുന്നു. മാരുതി ആ നികുംഭന്റെ മാറിലടിച്ചിട്ട് ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാൻ അതിക്രുദ്ധനായ മാരുതി. അങ്ങനെ അവനെയും വധിക്കുകയാണ്. അങ്ങനെ അവരെല്ലാം മരിച്ചു കഴിഞ്ഞു. പിന്നെ അവിടെ ചെന്ന് വിവരങ്ങൾ പറയുമ്പോൾ രാവണൻ പറയുന്നു, ഖരന്റെ മകനായ ഖരാത്മജൻ മകരാക്ഷനെ ഇനിയും വിടാൻ പറയുന്നു. അങ്ങനെ കുംഭനും നികുംഭനും വന്ന 3 സേനാധിപന്മാരോടൊപ്പം മരിച്ചു എന്നുള്ളത് അറിഞ്ഞിട്ട് അടുത്തത് മകരാക്ഷനാണ് രാവണ നിർദ്ദേശം അനുസരിച്ച് യുദ്ധത്തിന് വരുന്നത്. ചെന്നു നീ രാമാദികളെ ജയിച്ചു വന്നിടുക എന്ന് പറഞ്ഞ് മകരാക്ഷൻ വൻ സൈന്യത്തോടുകൂടി ഇവിടെ വന്ന് യുദ്ധം ചെയ്യുന്നു. 2 കൂട്ടരും ഒപ്പം നിൽക്കുകയാണ്. ഒരു രക്ഷയുമില്ലെന്ന് കാണുമ്പോ പാരമെടുത്ത മകരാക്ഷനെ തഥാ പാവകാസ്ത്രം കൊണ്ട് കണ്ടവും ഛേദിച്ചു ദേവകൾ കാവത്തും ഒട്ടുതീർത്തിയിടിനാൻ എന്നാണ് പറയുന്നത്. അവസാനം ഈ ഖരാത്മജനായ മകരാക്ഷനെയും വധിക്കുന്നു പാവകാസ്ത്രം കൊണ്ട്. ഇത് രാവണൻ അറിഞ്ഞിട്ട് വീണ്ടും കോപമുണ്ടാവുകയാണ്. ഇനിയും ആരാണ് വരണ്ടേ? ഞാൻ തന്നെ പോകാം എന്ന് പറയുമ്പം മേഘനാഥൻ പറയുന്നു, ഇപ്പോൾ അടിയൻ അരികളെ നിഗ്രഹിച്ച് ഉൾപ്പൂവിലുണ്ടായ സങ്കടം പോക്കുവാൻ ഞാൻ തന്നെ പോകാം, അതുകൊണ്ട് അങ്ങ് അന്തഃപുരത്തിൽ വാണല്ലുക എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജിത്താണ് പിന്നീട് യുദ്ധത്തിന് ഇറങ്ങുന്നത്. അപ്പൊ ആ ഒരു ഗ്യാപ്പില് ലക്ഷ്മണൻ ചോദിക്കുന്നുണ്ട്, ഇവിടെ ഇവരിങ്ങനെ നിത്യം മറഞ്ഞു നിന്ന് ഇങ്ങനെ രാവണൻ യുദ്ധം ചെയ്യും. രാവണൻ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, ആദ്യം ഒന്ന് വന്നതേ ഉള്ളൂ. പേടിച്ച് ഓടിപ്പോയതിനു ശേഷം രാവണനെ കണ്ടിട്ടില്ല. നമ്മളിങ്ങനെ കുറെ ഇവരുടെ ഓരോ സെറ്റ് ആൾക്കാരെ അയക്കുന്നവരെ ഇങ്ങനെ കൊന്നുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ബ്രഹ്മാസ്ത്രം എഴുത് ഈ നിശാചരരെ കുലത്തോടങ്ങ് ഒടുക്കാം എന്ന് പറയാം, ഉന്മൂലനാശം വരുത്താം എന്ന് പറയുമ്പം ശ്രീരാമൻ പറയുന്നുണ്ട്, 4 കൂട്ടരെ നമ്മൾ വധിക്കാനോ യുദ്ധത്തിനോ പോവരുത് അവരോട്. ആരെയൊക്കെ? ആയോധനത്തിൽ യുദ്ധ സ്ഥലത്ത് നിന്ന് പിന്തിരിഞ്ഞു ഓടുന്നവരെ, ആയുധമില്ലാതെ നിരായുധരായിട്ട് നിൽക്കുന്നവരെ, നേരെ നമ്മളോട് യുദ്ധത്തിന് വരാതെ ഒളിഞ്ഞു നിൽക്കുന്നവരെ, ഭയം പൂണ്ട് നമ്മൾക്ക് ശരണം പ്രാപിച്ചവരെ, ഈ 4 കൂട്ടരെ നമ്മൾ യുദ്ധം ചെയ്ത് കൊല്ലരുത്. അത് ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ പാടില്ല എന്നൊരു വിധിയുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്നും വിഷമിക്കേണ്ട, ഞാൻ ഇവനോട് യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ദ്രജിത്ത് എന്ത് ചെയ്യുന്നു? തേരിൽ ഇവരെ ഒറ്റയടിക്ക് വധിക്കാൻ പറ്റിയില്ലെന്ന് ഇന്ദ്രജിത്തിനും ബോധ്യം വന്നുകൊണ്ട് തേരിൽ മായാസീതയെ വെച്ചുകൊണ്ട് ഉത്തര ഗോപുരത്തിൽ കൂടി ഇറങ്ങി പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ട് നിശ്ചലനായി നിന്ന നേരം കവികളും അങ്ങനെ പോയിട്ട് വെട്ടുകയാണ്. ജാനകി ദേവിയെ വെട്ടിനാൻ നിർദ്ദയം. ആ തേരിൽ വെച്ച് ജാനകി ദേവിയെ വെട്ടുന്നതായിട്ടും കാണിച്ചു. അപ്പം ജാനകി ദേവി വധിച്ചു കഴിഞ്ഞു എന്ന് മാരുതി ഉൾപ്പെടെയുള്ള എല്ലാ വാനരന്മാരും അയ്യോ വിഭോ രാമരാമ എന്ന മായാസീത, യഥാർത്ഥ സീതയല്ല,
യഥാർത്ഥ സീത അശോകവനിയിലുണ്ട്, യഥാർത്ഥ സീത അഗ്നിയിലുണ്ട്. മായാസീതയെ കൊണ്ടുവന്ന് അശോകവനിയിൽ ഇരിപ്പുണ്ട്. ആ സീതയുടെയും ഇതൊരു ഈ നിശാചരന്മാരുടെ മായയിൽ ഒരു സീതയെ നിർമ്മിച്ച് ആ സീതയെയാണ് ഇന്ദ്രജിത്ത് തേരിൽ കയറ്റിക്കൊണ്ട് പോവുകയും ഇവരെല്ലാം കാങ്കെ എന്നിട്ട് വെട്ടുകയും ചെയ്തത്. ആ വെട്ടുകയും ചെയ്തപ്പം ജാനകി മരിച്ചു എന്ന് മാരുതി ഉൾപ്പെടെയുള്ളവർ ഇനി യുദ്ധം ചെയ്തിട്ട് എന്ത് കാര്യം, നാമിനി വാങ്ങുക സീതാവതം മമ സ്വാമി തന്നോട് ഉണർത്തിപ്പാൻ എന്ന് പറഞ്ഞ് തിരിച്ചു പോരുന്നു. അപ്പൊ രാമൻ ചോദിക്കുന്നുണ്ട്, അതെന്താണ് പോരിൽ പുറംതിരിഞ്ഞു മാറിയിടില്ല, അവനങ്ങനെ മാറുന്നവനല്ലല്ലോ, എന്താണ് തരുന്നത് എന്ന് കണ്ട് വിവരം വന്ന് പറയുമ്പോ മൈഥിലിയുടെ വൃത്താന്തമൊക്കെ അവിടെ ചെന്ന് പറയുന്നു, രഘൂത്തമനോട് പറയുന്നു. കേൾക്കുന്ന മാത്രയിൽ തന്നെ ഭൂമിയിൽ വീട് മോഹിച്ചു രഘൂത്തമൻ സൗമിത്രി താനും ആ തിരുമുടിയെടുത്ത് തന്റെ മടിയിൽ വെക്കുന്നു. ഒന്നും ചെയ്യാനില്ല, ഇനിയിപ്പോ യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല, യുദ്ധം ചെയ്യുന്നത് സീതയെ നേടാനാണ്, ആ സീതയെ വധിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞ് എല്ലാരും വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അവിടേക്ക് വിഭീഷണൻ വരുന്നത്. എന്താണ് വൃത്താന്തങ്ങൾ എന്ന് ചോദിക്കുമ്പോ വിവരങ്ങളൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോ കൈ കൊട്ടിച്ചിരിച്ചുകൊണ്ട് വിഭീഷണൻ പറഞ്ഞു, കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ, ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിലെങ്കിൽ ആരും ഇല്ല, അത് മായാസീതയാണ്, അവരെ നിങ്ങളെ പറ്റിക്കുകയാണ് ചെയ്തത്. അവൻ ഈ സമയം നിങ്ങളെല്ലാം ഇങ്ങനെ ശോകത്തിൽ ആഴ്ത്തി നിർത്തിയിട്ട് അവൻ നികുംബലയിൽ പോയി ഹോമം നടത്തി ദിവ്യാസ്ത്രങ്ങളെയെല്ലാം നേടി നിങ്ങളെ വധിക്കാനുള്ള പരിപാടിക്ക് പോയിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് ആ ഹോമം മുടക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വിഭീഷണന്റെ നേതൃത്വത്തിൽ എല്ലാവരും കൂടെ ലക്ഷ്മണൻ ഉൾപ്പെടെയുള്ളവര് നികുംബിലയിലേക്ക് പോവുകയാണ് ഇന്ദ്രജിത്തിന്റെ ഹോമം മുടക്കാനായിട്ട്. അങ്ങനെ ഭഗവാന്റെ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് അവർ അങ്ങോട്ട് പോകുന്നു. അവിടെ പോകുന്നവരാരൊക്കെയാന്ന് എഴുതിയിട്ടുണ്ട്, ഒത്തിരി പേരുണ്ട്. മൈന്ദൻ, വിവിധൻ, സുഷേടൻ, നളൻ, നീലൻ, ഇന്ദ്രാത്മജൻ, കേസരിതാരൻ, ശൂരൻ, വൃഷഭൻ, ശരഭൻ, വിനതൻ, വീരൻ, പ്രമാധി, ശതബലി, ജാംബവാൻ, വാതാത്മജൻ, വേഗദർശി, വിശാലൻ, ജ്യോതിർമുഖൻ, സുമുഖൻ, ബലിപുങ്കവൻ, ശ്വേതൻ, ദരിമുഖൻ, അഗ്നിമുഖൻ, ഗജൻ, മേതുരൻ, ധ്രുമൻ, ഗവയൻ, ഗവാക്ഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് അഭികൂലങ്ങളെല്ലാം കൂടെ ചെന്ന് നികുംബലയിൽ ചെന്ന് കല്ലും മരവും ഒക്കെ എടുത്തുകൊണ്ട് ആ ഇന്ദ്രജിത്തിനോട് യുദ്ധത്തിന് പോവുകയാണ്. അങ്ങനെ ആ ഹോമം മുടക്കി. കാരണം ഹോമം കഴിഞ്ഞാലേ ഇവനെ വെളിയിൽ കാണത്തുള്ളൂ. ഇപ്പൊ കണ്ടു, അതിന്റെ അർത്ഥം ഹോമം തുടങ്ങിയിട്ടില്ലെന്നാ, അതുകൊണ്ട് നമുക്ക് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യുന്നു. ആ യുദ്ധത്തിന് അവസാനം സൗമിത്രി ഈ ഇന്ദ്രജിത്തിനെ വധിക്കുകയാണ്. അതിനു മുമ്പേ ഈ വിഭീഷണനോട് പറയുന്നുണ്ട്, നീയും നിൻ പിതാവും ഒക്കെ കൂടെ ഗോത്രവംശം വരുത്തും ജനങ്ങൾക്ക് പാർത്തു കണ്ടോളം ഗതിയില്ല നിർണയം, പുത്രമിത്രാദി വർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിന് വൃത്യനായി ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത് നിനക്ക് ചേരുന്നതാണോ? സ്വന്തം കുലത്തെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ? കൊച്ചച്ഛനാണ്, ചെറിയച്ഛനാണ് വിഭീഷണൻ എന്ന് ഈ ഇന്ദ്രജിത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്നു, ഞാൻ കുലത്തെ ഇല്ലാതാക്കുന്നത് ഞാനല്ല, നീയും നിന്റെ പിതാവും കൂടാണ് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ തമ്മിൽ പറഞ്ഞ് ബാണങ്ങളൊക്കെ തൂകി മഹാപരാക്രമമോടെ യുദ്ധം നടക്കുകയാണ്. എത്ര അമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു, എന്തെല്ലാം ചെയ്തു എന്നറിഞ്ഞിട്ട് അവസാനം ഈ ലക്ഷ്മണൻ ധരിച്ചിരുന്നതായ കവചത്തെ ശരസഹസ്രേണ ആ സൗമിത്രി കവചമൊക്കെ മുറുക്കി കളഞ്ഞു. പിന്നെ അപ്പം ലക്ഷ്മണൻ പ്രയോഗിച്ചതായ ബാണത്താൽ സാരഥി തന്റെ തലയും മുറിച്ചതിസാരമായോരു വില്ലും മുറിച്ചു ചാവമെടുത്തു കുലച്ചവൻ ഏറ്റമില്ലാതോളം ബാണങ്ങൾ തൂകി അങ്ങനെ സത്വരമായ യുദ്ധം നടക്കുന്ന സമയത്ത് രാവണപുത്രൻ ആ തേരെല്ലാം പോയപ്പം തിരിച്ച് ലങ്കയിൽ പോയിട്ട് പുതിയ തേരും കുതിരയും സാരഥിയും ഒക്കെ ആയിട്ട് പെട്ടെന്ന് പോയി വന്നു. പക്ഷെ ആരും അറിഞ്ഞില്ല പോയതും വന്നതും. അത്ര നിമിഷ നേരം കൊണ്ട് അവിടെ എല്ലാം ശരിയാക്കി നിർത്തിയിരിക്കുമായിരിക്കും. പെട്ടെന്ന് പോവുകയും വരികയും ചെയ്തു. നാരദൻ അതിനെ പ്രശംസിച്ച്, ഇത്ര വേഗം ആ യുദ്ധമുഖത്തു നിന്ന് തിരിച്ചു പോയി സർവ്വസന്നാഹങ്ങളോടെ വീണ്ടും വന്നില്ലയോ, വീരപുരുഷൻ തന്നെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 3 ദിവസം വാസരം 3 കഴിഞ്ഞോരനന്തരം 3 ദിവസം കഴിഞ്ഞിട്ടും യുദ്ധം തീർന്നിട്ടില്ല. അവസാനം വാസവ ദൈവതമസ്ത്രം കുമാരൻ ലക്ഷ്മണസ്വാമി പ്രയോഗിച്ച് ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ മനസാൽ സ്മരിച്ചുകൊണ്ട് ആ
പങ്ക്തി കണ്ഠാത്മജന്റെ കണ്ഠത്തെ മുറിച്ചു തൂണി. എന്നിട്ട് ശുദ്ധജലത്തിൽ കഴുകി തിരിച്ചു വന്നിരുന്നു. ദേവകളെല്ലാം പുഷ്പവൃഷ്ടി ചെയ്യുന്നു. സന്തോഷമായി എല്ലാവർക്കും. ദൂന്തുഭിയുടെ നാദവും എല്ലാമായിട്ട് വളരെ സന്തോഷമായി. അപ്പൊ തിരിച്ചു ചെന്ന ലക്ഷ്മണനോട് ശ്രീരാമൻ പറയുന്നു, ദുഷ്കരം എത്രയും നീ ചെയ്ത കാര്യം. രാവണി യുദ്ധേ മരിച്ചത് കാരണം രാവണൻ താനും മരിച്ചാൻ അറിയ നീ. കാരണം രാവണന്റെ ബലമായിരുന്നു ഇന്ദ്രജിത്ത് എന്ന മകൻ. അതാണ് ഇപ്പൊ ഇവിടെ നഷ്ടപ്പെട്ടത്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് രാവണനും അറിയുന്നു ഇന്ദ്രജിത്ത് മരിച്ചു. ഇനി ഇപ്പൊ എന്തുവാ, മണ്ഡോദരി നന്ദനൻ മരിച്ചതിൽ അങ്ങേയറ്റം ദുഃഖമാണ്. ഇനി നമ്മെ ആർക്കും പേടിയില്ലാതാകും. ഈ ഇന്ദ്രജിത്തിന്റെ പുത്രഗുണങ്ങൾ പറഞ്ഞു നിരൂപിച്ചു മത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ. ഇതെല്ലാം ഈ ജാനകി ഒരുത്തി കാരണമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ വെട്ടിക്കൊല്ലുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞ് ഖഡ്ഗവുമേന്തി പുറപ്പെടാൻ നേരത്തെ സീതയാവട്ടെ ദുഷ്ടനായ രാവണനെ കണ്ടു ഭയന്ന് വേവത് പൂണ്ടിരിക്കുകയാണ്. രാമ രാമ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം സുപാർശ്വൻ എന്ന ബുദ്ധിമാനായ നയകോവിദൻ വന്ന് രാവണനെ ആശ്വസിപ്പിക്കുകയാണ്. ബ്രാഹ്മണകുലത്തിൽ ജനിച്ചവനാണ്, നിർമ്മലനാണ്, ജഗത്രയ സമ്മതനാണ്. അനന്തന് പോലും അങ്ങയുടെ ഗുണഗണങ്ങളെ വർണ്ണിക്കാനാവത്തില്ല, അത്രയും ഗുണങ്ങളുള്ളവനാണ്. എന്തൊക്കെയാണ് ഗുണങ്ങൾ? പൗത്രനാണ്, കുബേരന്റെ സഹോദരനാണ്, ത്രൈലോക്യ വന്ധ്യനാണ്, പുണ്യജനാധിപനാണ്, സാമവേദജ്ഞനാണ്, പണ്ഡിതനാണ്, വാമദേവാധിവാസാത്മാ ജിതേന്ദ്രിയനാണ്, വേദവിദ്യാവൃതനാണ്, സ്നാനപരായണനാണ്, ബോധവാനാണ്, ഭാർഗവ ശിഷ്യനാണ്, വിനയവാനാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളുടെ വിളനിലമാണ് അവിടുന്ന്. പിന്നെ സ്ത്രീവധമാകിയ കർമ്മം ചെയ്ത് ദുഷ്കീർത്തി എന്തിനാ വരുത്തുന്നത്? അങ്ങേ വിചാരിച്ചാൽ ഈ മാനവന്മാരെയും വാനരന്മാരെയും നിശേഷം കൊന്ന് ജാനകിയെ പ്രാപിക്കാമല്ലോ എന്ന് പറയുന്നു. ഇത് കേട്ടപ്പം സുപാർശൻ പറഞ്ഞത് കേട്ട് സന്തുഷ്ടനായി. ആരെങ്കിലും ഒന്ന് കിളത്തിക്കൊടുത്തല്ലോ. എന്നിട്ട് തിരിച്ചു പോവുകയാണ്. ഒന്നൊഴിയാതെ രാമനെയും വാനരന്മാരെയും കൊല്ലുമെന്ന് ശപഥമെടുത്തുകൊണ്ട് നേരെ ചെല്ലുന്നത് ഗുരുവായ ശുക്രാചാര്യരുടെ അടുത്തേക്കാണ്. അവിടെ ചെന്ന് ശുക്രാചാര്യരെ നമസ്കരിക്കുന്നു. വിവരങ്ങളെല്ലാം തന്നെ ശുക്രാചാര്യരോട് പറഞ്ഞു. ഞാൻ ഏകാഗിയായി ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായത് സൽഗുരു, ഞാൻ തവ ശിഷ്യനല്ലോ, എനിക്ക് എന്താണ് ശരിയെന്ന് വെച്ചാൽ അത് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, ശീഘ്രമായിട്ടൊരു ഗുഹ തീർക്കുക, എന്നിട്ട് അതിൽ രഹസ്യമായിട്ട് ഇരുന്നു കൊണ്ട് ഹോമം ചെയ്യുക. ഹോമത്തിന് വിഘ്നമൊന്നും വന്നിട്ടില്ലെങ്കിൽ അഗ്നികുണ്ഡത്തിൽ നിന്ന് ബാണ, തൂണീര, ചാപ, അശ്വ, രഥാദികൾ വരും. അത് ഉപയോഗിച്ചാല് നിനക്ക് വിജയം കൈവരിക്കാനാവും. അതുകൊണ്ട് ഞാൻ നിനക്ക് മൂലമന്ത്രം പറഞ്ഞു തരാം, ആ മന്ത്രത്താൽ ഹോമം ചെയ്യുക എന്ന് പറഞ്ഞ് ശുക്രാചാര്യർ വിടുന്നു. ശുക്രാചാര്യരിൽ നിന്ന് മൂലമന്ത്രവും വാങ്ങിച്ചിട്ട് തിരിച്ചു തന്റെ മന്ദിരത്തിൽ വന്ന് ആ സ്വർഗലോക സമാനമായ തന്റെ മന്ദിരത്തില് ഒരു ഗുഹ ഉണ്ടാക്കി ആ ഗുഹയിലിരുന്ന് ഹോമദ്രവ്യങ്ങളും എല്ലാം സംഭരിച്ചുകൊണ്ട് ഇരുന്നു. എന്നിട്ട് ആ ഹോമം തുടങ്ങിയപ്പോ ആകാശം വരെ ആ ഹോമധൂപം കണ്ടിട്ട് രാവണ സഹോദരനായ വിഭീഷണൻ പറഞ്ഞു, ദശാനനൻ ഹോമം തുടങ്ങിയിട്ടുണ്ട്, ഹോമം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് ഹോമം മുടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കവിവീരന്മാരെ എല്ലാം വിളിച്ചുകൊണ്ട് 100 കോടി പടയോട് ആണ് രാവണ മന്ദിരത്തിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടെ എവിടാണ് ഈ ഹോമം നടക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കുന്നത് വിഭീഷണ പത്നിയായ സരമയാണ്. കരസജ്ഞയ കൈകൊണ്ട് കാണിച്ചു കൊടുത്തു, ഇന്നിടത്തേക്ക് പോയാൽ മതി, അവിടാണ് ഹോമം നടക്കുന്നതെന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെ സരമ നിർദ്ദേശിച്ചിടത്തൂടെ അവിടെ ചെന്നപ്പോൾ കണ്ണുമടച്ച് ധ്യാനിച്ചിരിക്കുന്ന രാവണനെയാണ് കാണുന്നത്. രാവണനെ എന്തൊക്കെ ചെയ്തിട്ടും ഹോമഭംഗത്തിന് വേണ്ടതൊക്കെ ചെയ്തിട്ടും രാവണൻ അനങ്ങിയില്ല. അപ്പോഴാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോ അവരെന്ത് ചെയ്തു, നേരെ മണ്ഡോദരിയെ പിടിച്ച് വലിച്ച് മണ്ഡനമെല്ലാം നുറുക്കി ഇട്ടിടിനാൻ വിവസ്ത്രയാക്കുകയാണ്. അന്നേരം വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാനെന്ത് ദുഷ്കൃതം ചെയ്തു ദൈവമേ. എന്തുകൊണ്ടാണ്? അർത്ഥം പുരുഷന് ഭാര്യയല്ലോ ഭുവി, ശത്രുക്കൾ വന്ന് അവളെ പിടിച്ച് എത്രയും ബന്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കേ മൃത്യു ഭവിക്കുന്നത് ഉത്തമമേവനും. തന്റെ സ്വന്തം ഭാര്യയെ തന്റെ കൺമുമ്പിലിട്ട് ദ്രോഹോപദ്രവം ചെയ്യുന്നത് കണ്ടുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു ഭർത്താവിന് ഇരിക്കാൻ പറ്റുകയില്ല. കാരണം അവളെ സംരക്ഷിക്കേണ്ടവനാണ് ഭർത്താവ്. എന്നിട്ട് ഇവിടെ വെറുതെ ഇരിക്കുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോ
ഹോമം മുടക്കി മണ്ഡോദരിയെ അനുസരിച്ച് ദശാസ്യൻ വരികയാണ്. അപ്പം നാഥേ ധരിക്ക ദൈവാധീനം ഒക്കെയും ജാതനായാൽ മരിക്കും. അപ്പം പിന്നെ പറയുന്നതൊക്കെ തത്വോപദേശമാ. കാരണം സാമവേദജ്ഞനാണ്, പണ്ഡിതനാണ്, എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചവനാണ്, പരമശിവന്റെ ശിഷ്യനാണ്, പരമശിഷ്യനാണ്. അതുകൊണ്ട് എല്ലാ തത്വങ്ങളും അറിയാം. ദൈവാധീനക്കുറവ് കൊണ്ട്, അല്ലെ വിധി വൈപരീത്യം കൊണ്ട്, അല്ലെ നടക്കേണ്ടത് നടക്കണമെന്നുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് മണ്ഡോദരിയോട് ആ തത്വോപദേശത്തെയൊക്കെ പറഞ്ഞ് ഞാൻ ഇനി രാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നുവരാം എന്ന് പറഞ്ഞ്, ഇനി ഒരു പക്ഷേ ശ്രീരാമൻ എന്നെ കൊല്ലുകയാണെങ്കിൽ സീതയെ കൊന്നു കളഞ്ഞുടൻ എന്നോടുകൂടവേ പാവകന്തങ്കൽ പതിച്ചു മരിക്ക നീ, നിനക്ക് സൽഗതി ഉണ്ടാവും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് പോകാൻ തുടങ്ങുമ്പം പറയുന്നു, മണ്ഡോദരി പറയാണ്, രാഘവനെ അങ്ങനൊന്നും ജയിക്കാൻ പറ്റിയേല. ആരാണ്? ആ ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും, മത്സ്യകൂർമ്മ, വരാഹ, ഹരഹരി, വാമന, പരശുരാമ, ബലരാമ, ശ്രീരാമ അവതാരം വരെയുള്ള ഭാഗങ്ങള് മണ്ഡോദരി രാവണന് പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ട് ദശരഥപുത്രനായി ശ്രീരാമനായി അവതരിച്ചിരിക്കുന്നത് രാഘവൻ എന്ന് പറയുന്ന ആള് ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ്. നിന്റെ മൃത്യു ഭവിപ്പാനായി അവനുടെ വല്ലഭയെ നീ കട്ടുകൊണ്ടുവന്നതാണ്. അതുകൊണ്ട് വൈദേഹിയെ ഇപ്പോഴെങ്കിലും നീ കൊണ്ടുകൊടുത്ത് രാമനെ അഭയം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ മണ്ഡോദരിയുടെ വാക്ക് കേട്ട് എന്റെ ഇത്രയും സഹോദരങ്ങളെ, മിത്രാമാത്യാദി സഹോദരന്മാരെ മൃത്യു വരുത്തി ഞാൻ ഏകനായി ജീവിച്ചിരിക്കുന്നത് കാനനെ, നീ തപസ് ചെയ്യാനാണെങ്കിൽ തന്നെ അങ്ങനെ എന്തിനാ? അതുകൊണ്ട് ഞാൻ രാഘവനോട് എതിർത്തിട്ട് ഒന്നീ രക്ഷപ്പെടും, അല്ലെങ്കിൽ വൈകുണ്ഠരാജ്യം എനിക്ക് പ്രാപിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രാവണൻ യുദ്ധത്തിന് പുറപ്പെടുന്നതോടുകൂടി നമ്മുടെ ഇന്നത്തെ പാരായണ ഭാഗം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത സെഷനിലേക്ക് നമുക്ക് കടക്കാം. ചോദ്യോത്തരം നമുക്ക് തുടങ്ങാം. പ്രശ്നോത്തരി. ദിവ്യൌഷധങ്ങളുടെ കാറ്റൊക്കെ ഏറ്റ് പൂർവാവസ്ഥയിലായ വാനരന്മാരോട് അംഗദൻ എന്താണ് പറയുന്നത്? കോട്ട കടന്ന് എല്ലാം ലങ്കയെ പ്രവേശിച്ച് തീ വെക്കണം, എല്ലാത്തിനും അഗ്നിക്ക് ഇരയാക്കണം. അങ്ങനെ അഗ്നിക്കിരയാക്കുമ്പോൾ രാവണൻ ആദ്യമായിട്ട് ആരെയാണ് അയക്കുന്നത്? കുംഭൻ, നികുംഭൻ. അതെ. അടുത്തത് ഒപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു? പുസ്തകം നോക്കി, രാമായണം നോക്കി പറഞ്ഞാൽ മതി. പ്രജംഘൻ, മകരാത്മജൻ അല്ലെ, മകരാക്ഷൻ, എന്നിവരും കൂടെ. 5 പേരുണ്ടായിരുന്നു. കമ്പനെ വധിച്ചത് ആരാണ്? കമ്പനെ വധിച്ചത് ഹനുമാൻ. അംഗദൻ. കമ്പനെ വധിച്ചത് അംഗദൻ. അപ്പോൾ മറ്റുള്ളവർ അംഗദനോട് ഏറ്റു. അപ്പോൾ മറ്റുള്ളവരെല്ലാരും കൂടെ അംഗദനോട് യുദ്ധത്തിന് വന്നു. അപ്പൊ അംഗദനൊരു ക്ഷീണം വന്നു. ആ ക്ഷീണം വന്നപ്പോ സഹായിക്കാൻ വന്നവരാരൊക്കെയാണ്? 2 വാനരന്മാര്, മൈന്ദനും വിവിധനും. വിവിധനും. പ്രജംഘനെ ആരാണ് വധിച്ചത്? അംഗദൻ. അംഗദൻ. വിവിധനെയും ശോണിത നേത്രനെയും വധിച്ചത് ശോണിതാക്ഷനെ വിവിധൻ. വിവിധൻ. യൂപാക്ഷനെ വധിച്ചത് മൈന്ദൻ. കുംഭനെ വധിച്ചത് സുഗ്രീവൻ. ഹനുമാനെ വധിച്ചത് കുംഭനെ വധിച്ചത് ഹനുമാൻ. കുംഭനികുംഭന്മാരെ വധിച്ചു കഴിഞ്ഞപ്പോ രാവണൻ ആരെയാണ് പിന്നീട് അയക്കുന്നത്? മകരാക്ഷനെ ആരാണ് വധിക്കുന്നത്? ഏത് അസ്ത്രം കൊണ്ട്? പാവകാസ്ത്രം കൊണ്ട്. പിന്നീട് യുദ്ധത്തിന് വരുന്നത് ആരാണ്? ഇന്ദ്രജിത്ത്. അപ്പൊ ഇന്ദ്രജിത്ത് വരുന്നതിനിടയ്ക്കുള്ള ആ ഗ്യാപ്പിൽ ലക്ഷ്മണൻ രാമനോട് പറയുന്നത് എന്താണ്? ഇങ്ങനെ എന്നും മറിഞ്ഞിരുന്ന് യുദ്ധം ചെയ്ത് നമ്മളെ എല്ലാം ഉപദ്രവിച്ചു. നമ്മൾ ഇവരെ എപ്പോഴും മറിഞ്ഞിരുന്ന് യുദ്ധം ചെയ്യുക, നമുക്ക് ബ്രഹ്മാസ്ത്രം എഴുതി കുലത്തോടങ്ങ് നശിപ്പിക്കാമെന്ന്.
അപ്പൊ അതിന് ശ്രീരാമൻ 4 കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ബ്രഹ്മാസ്ത്രം വെറുതെ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാ? തിരിച്ചോടും പടയുന്ന ഓടുന്നവനെയും തിരിഞ്ഞോടുന്നവരുടെ കൂടെ നമ്മൾ യുദ്ധം ചെയ്യാൻ പാടില്ല. ആയുധം ഇല്ലാത്തവന്റെ കൂടെ പൈതമാഹാസ്ത്രം പ്രയോഗിക്കരുത്. ഇന്ദ്രജിത്ത് നേരെ യുദ്ധത്തിനല്ലായിരുന്നു വന്നത്, മായാസീതയെ കൊല്ലുന്നതിന്. ആ ഇന്ദ്രജിത്ത് പിന്നെ മായാസീതയെ ഹോമം അപ്പൊ ഇത് കാണുന്ന പിന്നെ മാരുതി ഉൾപ്പെടെയുള്ള വാനരന്മാരെല്ലാം ദുഃഖിതരായിട്ട് തിരിച്ചു പറയുന്നു. ആരാണ് പറയുന്നത്? വിഭീഷണനാണ് പറഞ്ഞത്. ആ വിഭീഷണന്റെ നേതൃത്വത്തിലുള്ള പടയെ കണ്ടിട്ട് വിഭീഷണനോട് ഇന്ദ്രജിത്ത് പറയുന്നത് എന്താണ്? അച്ഛനും പിതൃവ്യനല്ലയോ? അതെ അതെ, നീ കുലം നശിപ്പിക്കാൻ എല്ലാം കൊല്ലാൻ വേണ്ടി ശത്രുപക്ഷത്ത് നിൽക്കുന്നവനല്ല ചേർന്നവനല്ലയോ? അതെ, കുലത്തെ മൊത്തം മുടിക്കുന്നത് നീയാണ്. നശിപ്പിക്കാനായി. അതെ. ലക്ഷ്മണനും ഇന്ദ്രജിത്തും കൂടെ എത്ര ദിവസം യുദ്ധം ചെയ്തു? 4-ാം ദിനമാണ് വധിക്കുന്നത്. 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യുദ്ധം ചെയ്തു. 4-ാം ദിവസം വധിച്ചു. മേഘനാഥൻ വധിച്ചതറിഞ്ഞ് രാവണൻ എന്ത് പ്രതികാരം ചെയ്യാനാണ് തുടങ്ങിയത്? അതെ, സീതാദേവിയെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലാൻ. അത് തടഞ്ഞതാരാണ്? രാവണന്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണ് സുപാർശൻ പറയുന്നത്? സാമവേദജ്ഞനല്ലയോ? സഹോദരനാണ്, സമാധാനത്തിലെത്തിയ രാവണൻ നേരെ എങ്ങോട്ടേക്കാണ് പോകുന്നത്? യുദ്ധസ്ഥലത്തേക്കായിരുന്നു? അല്ല, ഗുരുവായൂർ ശുക്രാചാര്യർ എന്ത് ഉപദേശമാണ് കൊടുക്കുന്നത്? ഒരു ഗുഹയുണ്ടാക്കി അവിടെ ഹോമം ചെയ്യാൻ പറയുന്നു. ശുക്രാചാര്യര് മൂലമന്ത്രം പറഞ്ഞു കൊടുക്കുന്നു. രാവണൻ അന്തപുരത്തിൽ അല്ലെ കൊട്ടാരത്തില് ഹോമം ചെയ്യുന്നു എന്ന് വിഭീഷണൻ എങ്ങനെയാണ് മനസ്സിലായത്? മുകളിലോട്ട് പോകുന്ന പുക കണ്ടിട്ട്. എത്തിയ വാനരന്മാർക്ക് എവിടെ വെച്ചാണ് ഈ ഹോമം നടക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കുന്നത് ആരാണ്? യുദ്ധത്തിന് പുറപ്പെടുന്ന രാവണൻ മണ്ഡോദരിയോടെ തനിക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ എന്തോ ചെയ്യണമെന്നാ പറയുന്നത്? സീതയെ കൊന്നിട്ട് രാവണന്റെ സീതയെ ജീവനോടുക്കും. എല്ലാവർക്കും നമസ്തേ. എല്ലാ ഉത്തരങ്ങളും ശരിയായിരുന്നു. വളരെ സന്തോഷമുണ്ട്. രാമായണം കാണാപ്പാടാവും എല്ലാവർക്കും അല്ലേ? 2-3 കൊല്ലം കൂടെ ആവുമ്പോ കുറെ കൂടെ കഴിയുമ്പോ രാമായണം കാണാപ്പാടാവുന്നു. ചേച്ചിയെ, അടുത്ത വർഷം ആവുമ്പം പ്രായമല്ലേ, മറന്നുപോകും. അത് തന്നെ, ശരിയാ, അങ്ങനെയുണ്ട്. വീണ്ടും ക്ലാസ്സിൽ കയറുമ്പോഴാ. അപ്പൊ അതിനൊരു ഉപാധിയുണ്ട് ചേച്ചി, മെമ്മറി ടെസ്റ്റ് നടത്തണം. അല്ല, എല്ലാവരുടെയും അഭിപ്രായം അറിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ 4 വർഷമായിട്ട് ഞാൻ കഥ പറയുമായിരുന്നു. ഈ കഥയ്ക്ക് അപ്പുറത്തെ ഒരു കാര്യമുണ്ട്, ഒരു തത്വമുണ്ട് ഓരോ ദിവസവും പറയാൻ. ഇതിപ്പോ 4 വർഷം കൊണ്ട് കേൾക്കുന്നവരെല്ലാം കൂടെ തീരുമാനിച്ചിട്ട് അടുത്ത വർഷം എന്റെ ഒരു ആഗ്രഹമാണ്, കഥയെക്കാട്ടി പ്രാധാന്യം നമുക്ക് തത്വം പറഞ്ഞു പോയാലോ എന്ന്. നമ്മള് എല്ലാവരുടെയും അഭിപ്രായം അറിഞ്ഞിട്ട് നമുക്ക് അടുത്ത വർഷം അങ്ങനെ ചെയ്താലോ എന്ന് എന്റെ ഒരു മനസ്സിൽ. കഥ ഇപ്പൊ 4 വർഷം കൊണ്ട് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. കഥ ഒരുമാതിരി എല്ലാവർക്കും അറിയാം. അതെ, കഥ നമ്മൾ 4 വർഷം കൊണ്ട് കേൾക്കുന്നുണ്ട്. പ്രശ്നോത്തരിയും കൂടെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അതിങ്ങനെ പുസ്തകം വീണ്ടും നോക്കുന്നതുകൊണ്ട് അത് പഠിച്ചു പോകുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും ആഗ്രഹം താല്പര്യവും നമ്മുടെ ജ്യോതിഷിയോട് പറഞ്ഞാല്
നമുക്ക് പറ്റുമെങ്കിൽ അടുത്ത വർഷം കഥയ്ക്ക് പ്രാധാന്യം കുറച്ചുകൊണ്ട്, കഥ എല്ലാവർക്കും അറിയാമല്ലോ, വായിക്കുമ്പോ പിന്നെ അതങ്ങ് ഒന്നുകൂടെ മനസ്സിലാവുകയും ചെയ്യും. കോപ്പളെ, ഞാൻ നമുക്ക് നിങ്ങളുടെ ദാസനാണ്. എന്നോട് പറയേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാരും കൂടെ ചേർത്ത് ചെയ്യുന്നു. ഇതിനകത്ത് ഞാൻ ആരെങ്കിലും മുന്നോട്ട് വരണ്ടേ? അതിനുവേണ്ടി ഞാനൊരു നിമിത്തമായെന്നുള്ളതേ ഉള്ളൂ. ബാക്കിയൊന്നുമില്ല. എന്താണ് തോന്നുന്ന, മനസ്സിൽ തോന്നുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇത്. അല്ലെ, ഇതുവരെ അങ്ങനെയാണല്ലോ ചെയ്തു വന്നിരുന്നത്. ബാലശങ്കരം എന്നുള്ള എല്ലാവരുടെയും പരിപാടി അങ്ങനെ അങ്ങ് അഭിപ്രായം തുടങ്ങി, അറിഞ്ഞിട്ട്. അല്ലെ? അഹം ബ്രഹ്മാസ്മി അങ്ങനെ അങ്ങ് തുടങ്ങി. അത് ഇപ്പൊ സനാതന ധർമാമൃതം അങ്ങനെ തുടങ്ങി. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ആചാര്യസ്വാമികളുടെ ഒരു അനുഗ്രഹമുണ്ട്. അത് പറയാണ്ടിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും മുടക്കില്ലാതെ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉഷപ്പോളുടെ ആ ഒരു അഭിപ്രായത്തെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും, എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും അതിനോട് താല്പര്യമുള്ളവരാണ്. അപ്പൊ അടുത്ത പ്രാവശ്യം തൊട്ട് നമുക്ക് ആലോചിക്കാം, അല്ലേ? കഥയും തത്വവും യോജിപ്പിച്ചുകൊണ്ട് പറയാൻ പറ്റും. ആ, അതെ അതെ, മാധവേട്ടനും എത്തിയിട്ടുണ്ട്. അതെ. രാവണന്റെ വേദം എന്താണ്? രാവണന്റെ വേദം എന്താന്ന് പറയാമോ? സാമവേദല്ലേ? സാമവേദിയാണ്. അതാ ഏറ്റവും നല്ല വേദം എന്ന് പറയാൻ സാമവേദമാ. 4 വേദങ്ങളിൽ ഏറ്റവും നല്ലത് സാമവേദമാ. അത് അപൂർവമാ. കോട്ടയത്തെങ്ങാണ്ടേ ഉള്ളൂ ആ വേദക്കാരിപ്പോ. നമ്മുടെ ശിവകാരനേട്ടനൊക്കെ സാമവേദിയാണ്. ശിവകരൻ ചേട്ടൻ അതെ, സാമവേദിയാണ്. പിന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, വേദങ്ങളിൽ സാമവേദമാണ് ഞാൻ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു. സംഗീത പ്രാധാന്യമുള്ളതാണ്. അതെ അതെ, സംഗീതവും ആനന്ദവും പകരുന്നതാണ് സാമവേദം. അത് അമ്മയൊക്കെ നമ്മുടെ ആ അദ്വൈത ലഹരി എന്നുള്ള പരിപാടിയിൽ പങ്കെടുക്കണം. അതിനകത്ത് ഈ വേദങ്ങളെ കുറിച്ചും വേദാംഗങ്ങൾ, ഉപനിഷത്തുകളൊക്കെ കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് വിശ്വനാഥ് സാറ് ക്ലാസ് എടുക്കുന്നതെന്നറിയും. നല്ല ക്ലാസ്സാണ് അത്. അപ്പൊ അതിൽ ഈ പറയുന്ന എല്ലാ വേദങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും നമുക്ക് ഇന്നത്തെ രാമായണക്കാറ്റ് ഇവിടെ അല്ലേ പൂർണ്ണമാകുകയാണ്. അങ്ങനെ 28 ദിവസം എത്ര പെട്ടെന്നാണ് കടന്നുപോയെന്ന് മനസ്സിലാകുന്നില്ല. ഇന്നാണെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദന, ഇവിടെ ഭയങ്കര പെട്ടെന്നൊരു ചൂട് കൂടി. അപ്പൊ ഞാൻ വിചാരിച്ചെങ്കിൽ സുരേഷ് ഏട്ടനെ ഒന്ന് വിളിച്ച് പറയാം. മിനിഞ്ഞാന്നും ഇതുപോലെ സുരേഷ് ഏട്ടൻ മെസ്സേജ് ഇട്ട് ഞാൻ പിന്നെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം അദ്ദേഹം കണ്ടതേ ഇല്ലായിരുന്നു. പക്ഷെ ഇത് കഴിയുമ്പോഴായിരിക്കും എല്ലാവർക്കും മനസ്സിന് പ്രയാസം. നമ്മള് എല്ലാവർക്കും പ്രയാസം. 6 മണി മുതൽ ഞാനാണെങ്കിൽ വീടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അതെ, ഉണ്ണികൃഷ്ണൻ സാർ ഇന്ന് കുറെ ദിവസം 28ാമത്തെ ദിവസമാണ് ഉണ്ണികൃഷ്ണൻ സാർ ഇവിടെ എത്തുന്നത്. നല്ല പാരായണമായിരുന്നു സാറിന്റെ, നല്ല പാരായണം. ഞാൻ പറയാം, ഉണ്ണികൃഷ്ണൻ സാർ 28ാമത്തെ ദിവസമാണ് ഇവിടെ എത്തുന്നതെന്ന് പറയായിരുന്നു. അതെ സാറേ, ഇവിടെ ഞാൻ താമസിക്കുന്ന വീടിന്റെ അടുത്ത് 2 അമ്പലങ്ങളുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു പാരായണമുണ്ട്. അടുത്ത ദേവിയുടെ അമ്പലത്തില് ഇപ്പോ ദശാവതാര ചാർത്താണ്. ഓരോ ദിവസവും ഓരോ അവതാരങ്ങളുണ്ട്. അപ്പൊ അവിടെ പോയി പിന്നെ ഇത്രയിടത്തെ ദീപാരാധന തൊഴുതി ഇവിടെ വരുമ്പോഴത്തേക്ക് 7:30 മണിയാവും ഞാൻ വീട്ടിലെത്തുമ്പോൾ. പിന്നെ ഇടയ്ക്ക് കയറണ്ടെന്ന് വിചാരിച്ച് പിന്നെ ഞാനിരുന്ന് എന്റെ വായന പാടും. എന്റെ വായന നടത്തും. എന്തായാലും നാളെ 29ാം ദിവസത്തെ രാമായണക്കാറ്റ് അവതരിപ്പിക്കുന്ന നമ്മുടെ ലൈഫ് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള അംഗങ്ങളാണ്. അതുപോലെ മറ്റന്നാള് കാലടി ചാപ്റ്ററിന്റെയാണ്. 31-ാം ദിവസം ബാലശങ്കരത്തിലെ കുട്ടികളാണ്. അതെല്ലാവരും മിസ് ചെയ്യരുത്. കാരണം കുട്ടികൾ വളരെയധികം തയ്യാറാകുന്നുണ്ട് അതിനു വേണ്ടിയിട്ട്. അണിയറയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. വളരെ ഇതായിട്ട് ശനിയാഴ്ചയാണ് 31. ബാലശങ്കരത്തിലെ കുട്ടികളാണ്, അനവധി കുട്ടികൾ ചേർന്നുകൊണ്ടുള്ള പരിപാടിയാണ് അത് അന്നത്തെ ദിവസം. ബാലശങ്കരൻ ഗ്രൂപ്പിൽ ഞാന് കഥ പറഞ്ഞ് പാരായണം ചെയ്ത് ഇടുന്നുണ്ട്. ചിലരൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് അവരത് ചൊല്ലാമെന്ന്. ചേച്ചി കണ്ടായിരുന്നു ഞാൻ ഇട്ടത്? കണ്ടായിരുന്നു. ഉത്തര. അപ്പൊ നമുക്ക് ഇന്നത്തെ പാരായണം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങാം.
ലോകാസമസ്ത സുഖനോ ഭവതു. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ജയശങ്കര ജയശങ്കര. ജയശങ്കര ജയശങ്കര. 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 ജയശങ്കര.